നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾട്ട പുൾട്ട എന്നുള്ള കവിതയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് ഭഗവതി പ്രസാദ് ദ്വിവേദി എന്ന എഴുത്തുകാരനാണ്. ഉൾട്ട പുൾട്ട എന്ന് പറഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും, ടോസിങ് ആൻഡ് ടേണിങ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ നമുക്ക് കവിത വായിച്ച് അതിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. चलते चलते निचली छत से गिरते जब चिपकली चपाक. चलते चलते निचली छत से. നിച്ചിലി ചത്ത് എന്ന് പറഞ്ഞാല് താഴ്ന്ന മേൽത്തട്ട്. നടക്കുന്നതിനിടെ താഴ്ന്ന മേൽത്തട്ടിൽ നിന്ന് ഗിർത്തി ജബ് ചിപ്കലി ചപ്പാക്. ചിപ്കലി എന്ന് പറഞ്ഞാല് പല്ലിയാണ്. പല്ലി ടപ്പ് എന്ന ശബ്ദത്തോടെ വീഴുമ്പോൾ തുരന്ത് സംഭൽ ജാത്തി उस क्षण ही उड़ चल देती अपने आप. തുരന്ത് എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, സംഭൽ ജാത്തി ഹെ എന്ന് പറഞ്ഞാല് പൂർവസ്ഥിതിയിലേക്ക് എത്തുക. അപ്പൊ തുരന്ത് സംഭൽ ജാത്തി ഉസ് ക്ഷണഹി എന്ന് പറഞ്ഞാല് അതേ സമയം തന്നെ പെട്ടെന്ന് പൂർവസ്ഥിതിയിലേക്ക് എത്തുന്നു. അതായത് പല്ലി ടപ്പ് എന്ന ശബ്ദത്തോടെ താഴ്ന്ന മേൽത്തട്ടിൽ നിന്ന് വീഴുമ്പോൾ അതേ സമയം എന്ത് ചെയ്യത് പെട്ടെന്ന് പൂർവസ്ഥിതിയിലേക്ക് എത്തുന്നു. ഉൾച്ചൽ ദേത്തി അപ്നെ ആപ്പ്. അപ്നെ ആപ്പ് എന്ന് പറഞ്ഞാല് സ്വയം എഴുന്നേറ്റിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ വരികളില് പല്ലിയെ കുറിച്ച്, ചിപ്കലിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾക്ക് ഒരു ചിത്രമായിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ ചിത്രത്തില് പല്ലിയുണ്ട്. പല്ലിക്ക് ചിപ്കലി എന്നാണ് പറയുന്നത്. അപ്പൊ പല്ലി താഴ്ന്ന മേൽത്തട്ടിൽ നിന്ന് താഴേക്ക് വീഴുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പല്ലി മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്ന സമയത്ത് ഒരു ശബ്ദം ഉണ്ടാവില്ലേ, അതിനെയാണ് ഇവിടെ ചപാക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കവിതയില് ഗിർത്തി ജബ് ചിപ്കലി ചപാക്ക്. പല്ലി ചപാക്ക് എന്ന ശബ്ദത്തോടെ വീഴുമ്പോൾ എന്താണ്, ആ വീഴുന്ന അതേ സമയത്ത് തന്നെ അത് പെട്ടെന്ന് പൂർവസ്ഥിതിയിലേക്ക് എത്തും. അതായത് അത് ആ വീഴുന്ന സമയത്ത് തന്നെ ബാലൻസ് ചെയ്ത് സ്വയം എഴുന്നേറ്റിട്ട് മുന്നോട്ട് പോകും എന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് കവിതയുടെ ബാക്കി വായിച്ചു നോക്കാം. ഊപ്പർ കി ഡാലി സേ ബന്ദർ ജബ് ആ ഗിർത്താ ഹെ നീച്ചെ. ഊപ്പർ എന്ന് പറഞ്ഞാല് മുകളിൽ, ഡാലി എന്ന് പറഞ്ഞാല് വൃക്ഷശാഖ, അതായത് മരത്തിന്റെ കൊമ്പ്, ചില്ല എന്നുള്ള അർത്ഥാണ്. ബന്ദർ എന്ന് പറഞ്ഞാല് കുരങ്ങ്. ഗിർന എന്ന് പറഞ്ഞാല് വീഴുക. നീച്ചി എന്ന് പറഞ്ഞാല് താഴെ എന്നുള്ള അർത്ഥാണ് വരുന്നത്. അതായത് ഊപ്പർ കി ഡാലി സേ ബന്ദർ ജബ് ആ ഗിർത്താ ഹേ നീച്ചി. മുകളിലെ വൃക്ഷശാഖയിൽ നിന്ന് കുരങ്ങ് എപ്പോഴാണോ താഴേക്ക് വീഴുന്നത്, झटपट पकड़ दूसरी ढाली हंसते हैं आंखें मीचे. झटपट എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, ദൂസരി ഡാലി എന്ന് പറഞ്ഞാല് മറ്റൊരു ശാഖ. ഹസ്നിക ഹസ്താഹ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹസ്ന എന്ന് പറഞ്ഞാല് ചിരിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ആങ്ക് എന്ന് പറഞ്ഞാല് കണ്ണ് എന്നുള്ള അർത്ഥമാണ്. ആങ്കെ മീച്ചെ എന്ന് പറഞ്ഞാല് കണ്ണുകൾ അടച്ച്. ജട്പട്ട് പക്കട് ദൂസരി ഡാലി, പെട്ടെന്ന് മറ്റൊരു ശാഖ പിടിക്കുന്നു. ഹസ്തേ ഹെ ആംഖേ മീച്ചെ, കണ്ണുകൾ അടച്ച് ചിരിക്കുന്നു എന്നാണ് ഈ വരികളിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ചിത്രം നോക്കാം. അപ്പൊ ഈ ചിത്രത്തില് കുരങ്ങനുണ്ട്. കുരങ്ങന് ഹിന്ദിയില് ബന്ദർ എന്നാണ് പറയുന്നത്. പിന്നെ മരമുണ്ട്, മരത്തിന് പേട് എന്ന് പറയും. പിന്നെ മരത്തിന്റെ ശാഖയുണ്ട്, അതിനാണ് ഡാലി എന്ന് പറയുന്നത്. അപ്പൊ മുകളിലെ വൃക്ഷശാഖയിൽ നിന്ന്, മരത്തിന്റെ കൊമ്പിൽ നിന്ന് കുരങ്ങ് എപ്പോഴാണോ താഴേക്ക് വീഴുന്നത്, അതെന്ത് ചെയ്യും, പെട്ടെന്ന് മറ്റൊരു ശാഖ പിടിക്കുന്നു, എന്നിട്ട് കണ്ണുകൾ അടച്ചു ചിരിക്കുന്നു എന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വീഡിയോസിലും ഇപ്പൊ ഈ ചിത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടു, കുരങ്ങൻ എന്താണ്, ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് സ്പീഡപ്പ് ആയിട്ട് എന്ത് ചെയ്യും, പിടിക്കും. പക്ഷെ അതിന് പേടിയുണ്ടോ, ഇല്ല, അതെന്ത് ചെയ്യും, കണ്ണുകൾ അടച്ച് ചിരിക്കും എന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കവിതയുടെ ബാക്കി വായിച്ച് അതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വായിച്ച് മനസ്സിലാക്കാം. तिल चटे चींटे जब चलते एकाएक पलट जाते हैं. तिल चटे എന്ന് പറഞ്ഞാല് പാറ്റകള്, ചീണ്ടെ എന്ന് പറഞ്ഞാല് വലിയ ഉറുമ്പുകൾ, ഏകാഏക് എന്നതിനർത്ഥം പെട്ടെന്ന് എന്നാണ്.
പലട് ജാത്തേ ഹെ എന്ന് പറഞ്ഞാൽ മറിയുക. അതായത് പാറ്റകളും ഉറുമ്പുകളും നടക്കുമ്പോൾ, ചലിക്കുമ്പോൾ പെട്ടെന്ന് മറഞ്ഞു പോകുന്നു. ചടക് ഹാത്ത് പേരോं को अपने फिर सीधे हो चल पाते हैं. ഹാത്ത് എന്ന് പറഞ്ഞാല് കൈയാണ്, പേർ എന്ന് പറഞ്ഞാല് കാല്. ചടക് ഹാത്ത് പേരോं को अपने എന്ന് പറഞ്ഞാല് തന്റെ കൈകാലുകൾ കുടഞ്ഞിട്ട് ഫിർ സീതേ ഹോ ചൽ പാത്തേ ഹേ പിന്നെ നേരെയായി വീണ്ടും നടക്കുന്നു എന്നാണ് ഈ വരിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ ചിത്രത്തിലുള്ളത് പാറ്റയാണ്. പാറ്റയ്ക്ക് ഹിന്ദിയില് തിൽച്ചട്ട എന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് പാറ്റകൾ ഉള്ളത് കൊണ്ട് തിൽച്ചട്ടെ, പാറ്റകൾ എന്നാണ് നമ്മുടെ കവിതയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്താണ്, ഉറുമ്പുണ്ട്, ഒരു വലിയ ഉറുമ്പാണ്. അപ്പൊ വലിയ ഉറുമ്പുകൾക്ക് ഹിന്ദിയിൽ ചീണ്ടേ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കവിതയിൽ പറയുന്നത് ഈ പാറ്റയും ഉറുമ്പുകളൊക്കെ എന്താണ്, നടക്കുന്നതിനിടെ പെട്ടെന്ന് മറിഞ്ഞു പോകും. പക്ഷെ മറിഞ്ഞു പോയാലും ഇവരെന്ത് ചെയ്യും, ഇവരുടെ കൈയും കാലൊക്കെ കുടഞ്ഞിട്ട് പിന്നെയും നേരെ മറിഞ്ഞു കിടക്കുന്ന ഈ പാറ്റകളും പല്ലികളും എന്ത് ചെയ്യും, നേരെ നടക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ ചിലരൊക്കെ ഇത് നേരിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ കവിതയിൽ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വരി വായിച്ചു നോക്കാം. ചീണ്ടി ഗിർത്തി മക്കിടെ ഗിർത്തെ ഗിർഗിഡ് ഗിർത്തെ ഓർ സംബൽത്തെ. ചീണ്ടി എന്ന് പറഞ്ഞാല് ചെറിയ ഉറുമ്പാണ്. മക്കിടെ എന്ന് പറഞ്ഞാല് വലിയ ചിലന്തികൾ. ഗിർഗിഡ് എന്ന് പറഞ്ഞാല് ഓന്താണ്. ചീണ്ടി ഗിർത്തി മക്കിടെ ഗിർത്തെ, ചെറിയ ഉറുമ്പുകൾ വീഴും, ചിലന്തികൾ വീഴും. ഗിർഗിഡ് ഗിർത്തെ ഓർ സംബൽത്തെ, ഓന്തുകൾ വീണിട്ടും വീണ്ടും ബാലൻസ് ചെയ്യുന്നു, പൂർവ്വസ്ഥിതിയിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. ഗിർനെ പരവേ സാഹസ് ഖോക്കർ കഭീനാപ്പിനി ആഖേ മൽത്തെ, ഒരിക്കലും തന്റെ കണ്ണുകൾ തിരുമുന്നില്ല എന്നാണ് ഇവിടെ കവി പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കവിതയില് ചീണ്ടി ഗിർത്തി എന്ന് പറയുന്നുണ്ട്. ഉറുമ്പുകള്, ചെറിയ ഉറുമ്പുകൾ വീഴും. മക്കിടെ ഗിർത്തെ, ചിലന്തികള് വീഴും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചിലന്തിക്ക്, എട്ടുകാലിക്ക് ഹിന്ദിയില് മക്കിട എന്നാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ എന്താണ് വീഴുന്നത്, ഗിർഗിട്ട് ഗിർത്തെ, ഗിർഗിട്ടും വീഴും അല്ലെ. ഓന്തും വീഴുന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ വീണ് കഴിഞ്ഞാൽ എന്താണ്, അവര് സ്വയം ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്തിട്ട് എവിടെയെങ്കിലും നിൽക്കും എന്നാണ് നമ്മുടെ കവിതയിൽ കവി പറഞ്ഞിട്ടുള്ളത്. അതായത് ഉറുമ്പും ചിലന്തിയും ഓന്തൊക്കെ വീണാലും എന്താണ്, അവരുടെ ധൈര്യം നഷ്ടപ്പെടുത്തുന്നില്ല. അതേപോലെ തന്നെ കബീനാപ്പിനി ആഖേ മൽത്തെ, ഒരിക്കലും തന്നെ കണ്ണുകൾ തിരുമുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് വീണ് കഴിഞ്ഞാൽ ഇവരെന്താണ്, സ്ട്രോങ് ആയിട്ടാണ്, ധൈര്യത്തോടെയാണ് നിൽക്കുന്നത്. ഒരിക്കലും അവരുടെ ധൈര്യം നഷ്ടപ്പെടുത്തുന്നില്ല എന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഗിർനെ और പിछड़ने पर जो हिम्मत खोते पछताते हैं. ഗിർന എന്ന് പറഞ്ഞാല് വീഴുക, പിച്ചണ്ണ എന്ന് പറഞ്ഞാല് പിന്നിലാകുക, ഹിമ്മത്ത് എന്ന് പറഞ്ഞാല് ധൈര്യാണ്, പശ്താന എന്ന് പറഞ്ഞാല് പശ്ചാത്തപിക്കുക. അതായത് ഗിർനെ ഓർ പിച്ചഡ്നെ पर, വീഴുമ്പോഴും പിന്നിലാകുമ്പോഴും ജോ ഹിമ്മത്ത് ഖോത്തെ പശ്ചാത്തേ ഹേ, ധൈര്യം നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പശ്ചാത്തപിക്കും. അതായത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വീഴു പോകുമ്പോഴോ അല്ലെങ്കിൽ പിന്നിലാകുമ്പോഴോ എന്താണ്, നമ്മുടെ മനസ്സിലുള്ള ആ ധൈര്യം നഷ്ടപ്പെടുത്തി പശ്ചാത്തപിക്കും അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത് ധൂൽ ജാഡ് ജോ തുരന്ത് സംഭൽത്തെ വേ ജീവൻ മേ സുഖ് പാത്തേ ഹേ. ധൂൽ എന്ന് പറഞ്ഞാല് പൊടിയാണ്. ധൂൽ ജാഡ് എന്ന് പറഞ്ഞാല് പൊടി തട്ടിക്കളഞ്ഞിട്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. തുരന്ത് എന്ന് പറഞ്ഞാല് ഉടൻ, പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. അതായത് ധൂൽ ജാഡ് ജോ തുരന്ത് സംഭൽത്തെ, പൊടി തട്ടി ഉടൻ തന്നെ എഴുന്നേൽക്കുന്നവരെന്താണ്, വേ ജീവൻ മേ സുഖ് പാത്തേ ഹേ, അവര് ജീവിതത്തിൽ സന്തോഷം നേടുന്നു എന്നാണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വരികളിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വീണ് പോവുകയോ പിന്നിലാകുമ്പോഴെന്താണ്, ഒരിക്കലും നമ്മുടെ ധൈര്യം നഷ്ടപ്പെടുത്താൻ പാടില്ല. ധൈര്യം നഷ്ടപ്പെടുത്തിയാൽ എന്താണ്, നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവും, നമുക്ക് പശ്ചാത്തപിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും എന്നാണ് പറയുന്നത്.
അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ പിന്നിലാവുകയോ വീണ് പോവുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുള്ളൂ? ജീവിതത്തിൽ സക്സസ് ലഭിക്കുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള വലിയൊരു മെസ്സേജാണ് നമ്മുടെ ഈ കവിതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉൾട്ടാ പുൾട്ട എന്നുള്ള കവിത ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കവിതയിൽ ഓരോ വാക്കുകളുടെയും അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചിപ്കലി, ബന്ദർ, തിൽച്ചട്ടെ, മക്കടെ, അങ്ങനെ ഓരോന്നിൻ്റെയും പേര് ഞാൻ പ്രത്യേകമായിട്ട് ഓരോ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും നിങ്ങൾ പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. നിങ്ങൾ എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ പോയി കണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.